ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാസ്നാദി പൊടിയെ കുറിച്ചിട്ടുള്ള ഒരു മറുപടി വീഡിയോ ആയിട്ടാണ്. ഒരു ഡോക്ടർ തൻ്റെ ഒ പിയിലേക്ക് വന്നൊരു കുട്ടിയുടെ തലയിൽ നിറയെ രാസ്നാദി പൊടിയായിരുന്നു. എന്തിനാ അങ്ങനെ വലിച്ചു വാരി രാസ്നാദി ഉപയോഗിക്കുന്നത്, എന്ത് സയൻറ്റിഫിക് റീസണിങ് ആണ് അതിൻ്റെ പിറകിലുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറിൻ്റെ വീഡിയോ കാണാനിടയായി. അപ്പോൾ അതിനുള്ളൊരു ഹമ്പിളായിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ രാസ്നാദി പൊടി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് പണ്ട് തൊട്ടേ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് രാസ്നാദി പൊടി. അത് നീർവീഴ്ച വരാതിരിക്കാൻ കുളി കഴിഞ്ഞ ഉടനെ നെറുകയിൽ തിരുമെന്ന് ഒരു ശീലമാക്കിയവരാണ് ഭൂരിഭാഗം പേരും. അപ്പോൾ അതിന് എന്ത് സയൻറ്റിഫിക് റീസണിങ് ആണുള്ളതെന്ന് ആണ് ആ ഡോക്ടർ ചോദിച്ചത്. ആദ്യം പറയുകയാണെങ്കിൽ ആയുർവേദത്തിലുള്ള ഓരോ മരുന്നുകൾക്കും ഓരോ യോഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കാർമ്മികതത്വവും ദോഷജ്ഞതയും ഒക്കെ ഓൾറെഡി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇപ്പം രാസ്നാദി പൊടിയുടെ കാര്യത്തിലാണെങ്കിൽ ദുഷ്ണവീര്യമാണ്, കഫവാത ശമനമാണ്, ശ്രോതോരോധ നിരോധം ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ളത് ഓൾറെഡി നമ്മുടെ ബുക്സിൽ, നമ്മുടെ സംഹിതകൾ, ആയുർവേദ സംഹിതകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴുള്ള ഒരു നമ്മുടെ PGയുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ഫോർമുലേഷൻസ് എടുത്ത് അതിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ കൂടെ നമ്മൾ അതിനോട് ആഡ് ഓൺ ചെയ്യുന്നത് മാത്രം. അല്ലാതെ ഒരു യുക്തിയും ഇല്ലാതെയല്ല ഒരു ആയുർവേദ മരുന്നുകളും ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിന് കൂടുതൽ റിലേ ചെയ്യാമെന്ന് പറയുന്നത്. കാരണം ഡോക്ടർക്ക് അറിയാം ഇന്ന കണ്ടീഷനിൽ എന്താണ് നമ്മളെ മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അതാണ് നമ്മുടെ ഈ BAMS എന്നുള്ള ആ ഒരു 5 ഇയർ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ PGയുടെ ഭാഗമായിട്ട് നമ്മൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഈ പറയുന്നത് പോലെ രാസ്നാദി പൊടി നമ്മൾ നെറുകയിൽ നീർവീഴ്ച വരാതിരിക്കാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു പൊടിയാണ് രാസ്നാദി പൊടി. അതുപോലെ തന്നെ അതിന് കഫവാത ശമനമായതുകൊണ്ട് തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷന് നമുക്ക് വേണമെങ്കിൽ അതിന് പറയാം. അങ്ങനെയുള്ള ഒരു ടേംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാവാൻ എന്നുള്ള രീതിയിൽ നമ്മളത് ഉപയോഗിക്കുന്നത് മാത്രം. നമുക്കത് ചെവിയുടെ പിറകിലുള്ള രാസ്നാദി പൊടി ചെവിയുടെ പിറകിൽ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഒരു നീർവീഴ്ചയിൽ നമുക്കത് പുറമേ അപ്ലൈ ചെയ്യാൻ കൊടുക്കാം. രാസ്നാദി പൊടി പൊതുവേ നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ സൈനസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്കത് ഇവിടെയൊക്കെ സൈനസുകളുണ്ട്, അവിടെയൊക്കെ പുറമേ അപ്ലൈ ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ട് എക്സലൻറ്റ് റിസൾട്ട് കണ്ടിട്ടുള്ളതാണ് രാസ്നാദി പൊടി. പിന്നെ മുട്ടുവേദന പോലെയുള്ള മുട്ടിന് നല്ല നീരോട് കൂടിയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ രാസ്നാദി പൊടി മറ്റ് ദ്രവ്യങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുറമേ അപ്ലൈ ചെയ്യാനുള്ള ഒരു പൂശായിട്ട് ഇടാൻ കൊടുക്കാറുണ്ട്. അതിനൊക്കെ നല്ല റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ, റീസണിങ് ഇതാണ്. അതൊരു കഫവാത ശമനമാണ്, ഉഷ്ണവീര്യമായിട്ടുള്ള നല്ല ശ്രോതോരോധന ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ളൊരു ഇതാണ്. കഫവാത ശമനം എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനുകളാണ് നമ്മളിത് പൊതുവേ കൊടുക്കാറുള്ളത്. പിന്നെ നീർവീഴ്ചയിൽ നിങ്ങൾ പലരും ഈ വീഡിയോ കാണുന്നവർ പലരും ഈ രാസ്നാദി പൊടി ഉപയോഗിച്ചവരായിരിക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കുളി കഴിഞ്ഞ ഉടനെ ഇതിനെ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും സയൻറ്റിഫിക് റീസൺ ഇതിനൊന്നും പുറകിലില്ല എന്ന് പറയുന്നത് അത് നമ്മളിപ്പം നമ്മുടെ ആയുർവേദ സംഹിതകളിൽ ഓരോ യോഗങ്ങളുടെയും കൃത്യമായിട്ടുള്ള ദോഷജ്ഞത എന്താണ്, അതിൻ്റെ കാർമ്മികത്വം എന്താണ്, അതിൻ്റെ കർമ്മ എന്താണ് ഒക്കെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് മാത്രം. അല്ലാതെ നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ള എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ തന്നെ നമുക്ക് സംഹിതകളിലൂടെ ലഭ്യമാണ്. അത് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ കരിക്കുലത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും വെറുതെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഒന്നും അല്ല. എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും. ആ ഒരു ഡോക്ടർക്ക് എന്തുകൊണ്ടാണ് ഇത് കൊടുത്തതെന്നുള്ളതിനൊരു യുക്തി ഉണ്ടാവും, ഡോക്ടറിൻ്റെതായിട്ടുള്ളൊരു യുക്തി ഉണ്ടാവും. ഇതൊക്കെ നന്നായിട്ട് റിസൾട്ട്സ് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റുമാണ്. അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ. ഇനിയും വീണ്ടും ഇങ്ങനത്തെ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.